ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഡ്വാൻസ് ബാനർ ഡിസൈൻ ട്യൂട്ടോറിയലാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനലിലെ മുന്നത്തെ 2 എപ്പിസോഡായിട്ടുള്ള ബിഗിനർ ബാനർ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ബാനർ ഡിസൈനിങ്ങും എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ കണ്ട് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഓരോ ട്യൂട്ടോറിയൽസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ എപ്പിസോഡ് 1 ട്യൂട്ടോറിയൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളുടെ ചാനലിലുള്ള എപ്പിസോഡ് 1ഉം എപ്പിസോഡ് 2 കണ്ടതിന് ശേഷം മാത്രം, അതിലുള്ള ടാസ്കും കൂടി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ കാണാൻ ശ്രമിക്കുക. സോ ട്യൂട്ടോറിയലിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യത്തിനെ പറ്റി പഠിച്ചിട്ട് പോകാം. നിങ്ങളെല്ലാവരും നമ്മളുടെ എപ്പിസോഡ് 1 എപ്പിസോഡ് 2 മുതൽ കാണുന്നതാണ്. നമ്മളുടെ ഫോട്ടോസിൽ ക്യാൻവാസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിൽ പല ഓപ്ഷൻസ് ഉണ്ടല്ലേ. നമ്മളുടെ ക്യാൻവാസിൻ്റെ സൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ കളർ മോഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കളർ മോഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് RGB മോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ പർപ്പസിനും, അതേപോലെ CMYK മോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പ്രിൻറ്റിങ് പർപ്പസിനാണുള്ളത് നമ്മളുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെസൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, റെസൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ഫോട്ടോഷോപ്പ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിൽ പോയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ റെസൊല്യൂഷൻ കാണുന്നത് ഈ ഒരു ടാബാണ്. നമ്മൾ റെസൊല്യൂഷൻ കാണുന്നതല്ലേ. അപ്പോൾ റെസൊല്യൂഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടാബ് കാണാം, പിക്സൽസ് പെർ ഇഞ്ച്. നമുക്കിനി അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് നോക്കാം. അപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് ഉള്ളത്, ഒന്ന് പിക്സൽസ് പെർ ഇഞ്ച്, അതേപോലെ പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾക്ക് പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ ഓപ്ഷൻ ഫസ്റ്റ് നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മളുടെ ആർട്ട് ബോർഡിൻ്റെ വിഡ്ത്ത് ഞാൻ ഇഞ്ചസിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിഡ്ത്ത് ഒരു 1 സെൻറ്റിമീറ്ററും അതേപോലെ ഹൈറ്റും ഒരു 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് റെസൊല്യൂഷൻ ഞാനൊരു 4 പിക്സൽ കൊടുക്കുന്നു. ഓക്കെ, നമ്മളുടെ ആർട്ട് ബോർഡിൻ്റെ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു, അതേപോലെ ഹൈറ്റും 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. നമ്മളുടെ റെസൊല്യൂഷൻ 4 കൊടുക്കുന്നു. റെസൊല്യൂഷൻ്റെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റുള്ള 1 സെൻറ്റിമീറ്റർ വിത്ത് ഹൈറ്റുള്ള ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ആർട്ട് ബോർഡാണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 വശവും നമ്മൾക്ക് 1 സെൻറ്റിമീറ്റർ ആണ് ആകെ അളവുള്ളത്. ഓക്കെ, സോ നമ്മൾക്കപ്പോൾ ആർട്ട് ബോർഡ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയൊരു ഡോട്ട് പോലെ വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആർട്ട് ബോർഡ് ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇമേജ് സൈസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് ആയി തന്നെ കാണാം. ജസ്റ്റ് വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, അതേപോലെ റെസൊല്യൂഷൻ 4 ആണ്, 4 പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ലൈൻസ് വരുന്ന കാണാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളുടെ ആർട്ട് ബോർഡിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ബ്ലാക്ക് ആക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ട് ബോർഡിൽ കുറേ സ്ക്വയർസ് കാണാം. ഈ ഓരോ സ്ക്വയറും മീൻ ചെയ്യുന്നത് ഓരോ പിക്സൽസ് ആണ്. ഓക്കെ, ഈ ഓരോ സ്ക്വയറും ഇപ്പോൾ ഇതിൽ മീൻ ചെയ്യുന്ന ഓരോ പിക്സൽസ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിക്സൽസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 4 പിക്സൽസ് ഇത് ഇങ്ങോട്ടുണ്ട്. അതേപോലെ താഴത്തേക്ക് എത്ര പിക്സൽസ് ഉണ്ട്? 4 പിക്സൽസ് ഉണ്ട്. ഓക്കെ, സോ 4 × 4 എത്ര? ടോട്ടൽ 16 പിക്സൽസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. അതായത് പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ, അതായത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഇതാണ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് എത്ര പിക്സൽസ് വേണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഞാനൊരു 8 പിക്സൽസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായിട്ടായിരിക്കും മാറുന്നത്? സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ മാറ്റുന്നില്ല, സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ 1 സെൻറ്റിമീറ്റർ തന്നെയാണ് കൊടുക്കുന്നത്, വിഡ്ത്തും ഹൈറ്റും. ജസ്റ്റ് റെസൊല്യൂഷൻ മാത്രം ഞാനൊരു 8 പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ കൊടുക്കാൻ പോകണം. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം 1 2 3 4 5 6 7 8 പിക്സൽസ് ഇതേപോലെ ഹോറിസോണ്ടലുണ്ട്, വെർട്ടിക്കലി 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ടോട്ടൽ 8 × 8 പിക്സൽസ്
നമ്മളുടെ ഈ ഒരു ക്യാൻവാസിലുണ്ട്. അപ്പോൾ 8 × 8 = 64 പിക്സൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 1 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് ടോട്ടൽ പിക്സൽസിൻ്റെ എണ്ണം 64 പിക്സൽസ് ആണ്. നമുക്ക് ഇതിൻ്റെ എണ്ണവും വെർട്ടിക്കലുള്ള ഫസ്റ്റ് ലൈനിൻ്റെ എണ്ണവും അതേപോലെ ഹോറിസോണിലുള്ള പിക്സലിൻ്റെ എണ്ണവും ജസ്റ്റ് നമ്മൾക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ടോട്ടൽ എത്ര പിക്സൽസ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾക്കിനി അതേപോലെ ജസ്റ്റ് വേറൊരു കാര്യം നോക്കാം. അതേപോലെ ഇമേജ് സൈസിൽ പോയതിന് ശേഷം നമ്മൾ റെസൊല്യൂഷൻ 4 കൊടുക്കുന്നു. അതേപോലെ വിഡ്ത്ത് ഒരു 4 കൊടുക്കുന്നു. വിഡ്ത്ത് 4 ഉണ്ട്, വിഡ്ത്ത് ഒരു 2 കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് 4 പിക്സൽ അല്ലേ? പക്ഷെ ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്? 2 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ ഒരെണ്ണമുണ്ട്, അതേപോലെ ഇവിടെയും ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടൽ 2 ഓരോ 1 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഓരോ എന്താ പറയുക ക്യാൻവാസ് അല്ലെങ്കിൽ ആ ഒരു അളവ് ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെണ്ണി നോക്കുമ്പോഴത്തേക്കും അതല്ലേ വെർട്ടിക്കലി 1 2 3 4 5 6 7 8 8 ഇതേപോലെ ഇങ്ങനെയും പോയിട്ടുണ്ട്. താഴേക്ക് എത്ര പോയിട്ടുണ്ട്? 1 2 3 4. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ താഴത്തേക്കുള്ള അളവും ഒരു 2 സെൻറ്റിമീറ്ററാണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? താഴേക്ക് നമ്മൾക്ക് 4 പിക്സൽ കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെയും 8 കിട്ടും, ഇങ്ങനെയും 8 കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. ഇവിടെ 1 2 3 4 5 6 7 8. അപ്പോൾ 8 × 8 എത്രയാണ്? 64 സ്ക്വയർ പിക്സൽസ് ആണ് ഇതിൻ്റെ അകത്ത് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 1/1 അതിൻ്റെ ക്യാൻവാസ് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്? 4 × 4 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഫുൾ എണ്ണി നോക്കാം. 4 8 12 16. ഓക്കെ, നമുക്കപ്പോൾ ടോട്ടൽ 16 സ്ക്വയർ പിക്സൽസ് ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു 1 സ്ക്വയർ ക്യാൻവാസിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് റെസൊല്യൂഷനുള്ള മനസ്സിലായത്? അതായത് നമ്മൾ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മളത് സെൻറ്റിമീറ്റർ പെർ പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓരോ സെൻറ്റിമീറ്ററിലും എത്ര പിക്സൽസ് വേണമെന്നുള്ളൊരു അളവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 72 കൊടുക്കുമ്പോഴത്തേക്കും ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലും 72 പിക്സൽസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നൊരു 72 കൊടുത്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഇമേജിൽ പോകുന്നു. ഇമേജ് സെൻറ്റിമീറ്റർ വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു, ഹൈറ്റ് 1 സെൻറ്റിമീറ്ററിന് കൊടുക്കുന്നു, റെസൊല്യൂഷൻ മാത്രം 72 കൊടുക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ എണ്ണണ്ട, കാരണം ഇത് ഒത്തിരി ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തുള്ള സ്ക്വയർസിൻ്റെ എണ്ണം ഇങ്ങനെ ഒരു 72 ഉണ്ടാകും, അതേപോലെ മുകളിലും താഴേക്ക് 72 ഉണ്ടാകും. അപ്പം ഞാനിങ്ങനെ കാണിച്ചതിൻ്റെ ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് എത്ര ഇതിലെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഓരോ സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെയും ഉള്ളിൽ എത്ര പിക്സൽസ് വരണമെന്നുള്ള ഒരു ഇതാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പിക്സൽസ് പെർ ഇഞ്ചിൽ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പിക്സൽസ് പെർ സെൻറ്റിമീറ്റർ മാറ്റി പിക്സൽസ് പെർ ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റേഴ്സ് മാറ്റിയിട്ട് ഇഞ്ചസ് എന്നുള്ള ഇതിലേക്ക് ആക്കാം. 1 ഇഞ്ച് കൊടുക്കുന്നു, 1 ഇഞ്ച് കൊടുക്കുന്നു. റെസൊല്യൂഷൻ നമ്മളൊരു 4 കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് പിക്സൽസ് പെർ ഇഞ്ച് തന്നെയാണ് നോക്കുക. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ ക്യാൻവാസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ നമ്മളുടെ പെയിൻറ്റ് ബക്കറ്റ് കൂടെ എടുത്തിട്ട് ജസ്റ്റ് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നു. നമ്മളുടെ ഈ ലൈൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ ഇഞ്ചസിൻ്റെയും അകത്ത് വന്നിരിക്കുന്ന പിക്സൽസിനാണ്. ഇതൊരു 1 സ്ക്വയർ ഇഞ്ചസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പിക്സൽസിൻ്റെ എണ്ണം. നമ്മൾ റെസൊല്യൂഷൻ 4 കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർട്ടിക്കലിയും ഹോറിസോണിലും 4 പിക്സൽസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു 1 സ്ക്വയർ ഇഞ്ചിൻ്റെ അകത്ത് ടോട്ടലി 16 പിക്സൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് സെൻറ്റിമീറ്റർ ആണ്, അതിൻ്റെ നേരെ
ഓപ്പോസിറ്റ് ഇഞ്ചസിൽ നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിക്സൽസിൻ്റെ എണ്ണത്തിൽ അവിടെ മാറ്റമൊന്നും വരുന്നില്ല. നമ്മളവിടെ എത്ര പിക്സൽസ് ആണോ നമ്മൾ റെസൊല്യൂഷനിൽ പറയുന്നത്, അത് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിലും ഒരു സ്ക്വയർ ഇഞ്ചസിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആകെ മൊത്തം എണ്ണത്തിൻ്റെ ഒരു അളവാണ് നമ്മൾ ആ റെസൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അവിടെ 4 കൊടുക്കുമ്പോഴത്തേക്കും എത്ര വരും? 4x4 16 വന്നു അല്ലേ? അപ്പോൾ ഇതനുസരിച്ച് വെർട്ടിക്കലി ഇങ്ങോട്ട് നീളം കൂടുവാണെങ്കിലും, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമേജ് സൈസിൽ പോയിട്ട് ഇതിന് ഇൻഡസിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഹൈറ്റ് ഒരു 2 feet കൊടുക്കുകയാണെങ്കിൽ അല്ല, ഇപ്പോൾ ഇങ്ങനെ 4 വന്ന് ഇങ്ങനെ 8 വന്ന് 1 2 3 4 5 6 7 8. ഓക്കെ, സോ നമ്മൾക്ക് ടോട്ടൽ പിക്സൽസ് എണ്ണം കാണാൻ വേണ്ടിയിട്ട് 4 × 8 ഈക്വൽസ് ടു 32 പിക്സൽസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആകെ മൊത്തം 32 പിക്സൽസ് ആണുള്ളത്. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇഞ്ചസിൻ്റെ അകത്തോ നമ്മൾക്ക് ആകെ മൊത്തം എത്ര പിക്സൽസ് ആണ് വേണ്ടത്, ആ പിക്സൽസിൻ്റെ എണ്ണമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഈ വീഡിയോസൊക്കെ കണ്ട് ഭാവിയിൽ ഇൻ്റർവ്യൂസിനെല്ലാം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പല ആൾക്കാരും ബേസിക്കായിട്ട് പഠിച്ചിട്ട് പിന്നീട് മറന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക, കാരണം നമ്മളുടെ ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് ഇനി ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്യാൻവാസിലേക്ക് ഒരു പിക്ചർ ഇട്ട് നോക്കാം. ഇതിപ്പോൾ 1x1 സ്ക്വയർ ഇഞ്ചസിലുള്ള ഒരു ക്യാൻവാസ് ആണ്. അതിൽ നമ്മൾ 4 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ കൊടുത്തത്. നമ്മൾ ഈ ഒരു ക്യാൻവാസിലേക്ക് ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആവോ, എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളുടെ ഫ്ലെക്സിൻ്റെ ആ ഒരു ടിഫ് ഫയൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഫേസ് മാത്രമാണ് ഞാനൊന്ന് കോപ്പി ചെയ്യുന്നത്. നമ്മൾ Ctrl+C വെച്ച് കോപ്പി ചെയ്തു, ഈ ഒരു ക്യാൻവാസിൻ്റെ അകത്ത് Ctrl+V വെച്ച് പേസ്റ്റ് ചെയ്തു. നമ്മളുടെ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് Ctrl+T എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ക്യാൻവാസിനേക്കാളും വലുതാണ് ഇമേജ്. നമ്മൾക്ക് Ctrl+T എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിൽ ചെറുതാക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 90% ആണെങ്കിൽ അതൊരു 2% ആക്കാം. ഓക്കെ, 2% ആക്കി. ഞാൻ Ctrl+A വെച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ മൂവ് ടൂൾ എടുത്തതിന് ശേഷം അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്തോ ഒരു പിക്സൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചെറുതാക്കണം നോക്കാം. 2% കൊടുത്തിട്ടും ഇമേജ് നമ്മളുടെ ക്യാൻവാസിനേക്കാളും വളരെ വലുതാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ഇമേജ് ഇതിൽ കൂടുതൽ അത് ചെറുതാവുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഈ ഒരു സെലക്ട് ചെയ്ത ഇമേജാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ നോക്കിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇമേജ് പൂർണ്ണമായിട്ട് അതിൻ്റെ അത് വന്നിട്ടില്ല, കാരണം എന്താണ്, ഇതിൽ പിക്സൽസിൻ്റെ എണ്ണം കുറവാണ്. നമ്മൾക്ക് ഇനി അളവ് വ്യത്യാസപ്പെടുത്താതെ നമുക്ക് ഈ എന്താ പറയുക, ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ, നമുക്ക് ഈ ഒരു ഇമേജ് സൈസിൻ്റെ വീതിയും നീളവും വ്യത്യാസപ്പെടുത്താണ്ട് റെസൊല്യൂഷൻ മാത്രം നമുക്കൊരു 300 കൊടുക്കാം. ഓക്കെ, റെസൊല്യൂഷൻ മാത്രം ഞാനൊരു 300 കൊടുക്കുകയാണ്. അതായത് നമുക്ക് ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും 300 × 300 പിക്സൽ ടോട്ടൽ എത്രയെന്ന് നോക്കാം. നമുക്കൊരു 300 × 300. ഓക്കെ, ടോട്ടൽ ഈ ഒരു 1 സ്ക്വയർ ഇഞ്ചസിൻ്റെ അകത്ത് 90,000 പിക്സൽസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മളപ്പോൾ റെസൊല്യൂഷൻ 300 കൊടുത്ത് നമ്മളുടെ ഇമേജ് ഇവിടെ ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. പേസ്റ്റ് ചെയ്തു, Ctrl+T ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ഇമേജ് ക്ലിയർ ആയിട്ട് കാണും. നമ്മൾ ആ സെലക്ട് ചെയ്ത ആ ഒരു ഇമേജ് ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് റെസൊല്യൂഷൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു സ്ക്വയർ ഇഞ്ചസിൻ്റെ അകത്തോ അതേപോലെ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ അകത്തോ വരുന്ന വെർട്ടിക്കലി അതേപോലെ തന്നെ ഹോറിസോണലി വരുന്ന പിക്സൽസിൻ്റെ എണ്ണം, ആ പിക്സൽസ് നമ്മൾ വെർട്ടിക്കലിയും ഹോറിസോണലിയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് വരുന്ന ആകെ മൊത്തം പിക്സൽസിൻ്റെ എണ്ണം കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഹോറിസോണലി 300 പിക്സൽസ്, വെർട്ടിക്കലും 300 പിക്സൽസ്. അപ്പോൾ ആകെ മൊത്തം ഈ ഒരു ക്യാൻവാസിലുള്ള പിക്സൽസിൻ്റെ എണ്ണം 90,000 ആണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ റെസൊല്യൂഷൻ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ റെസൊല്യൂഷൻ 1/1 സെൻറ്റിമീറ്ററിൽ ഒരു 4 പിക്സൽസ് വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ ഒരു ഇമേജ് അതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇമേജ് സൈസ് മാറ്റാതെ തന്നെ റെസൊല്യൂഷൻ മാത്രം 300 കൊടുത്തതിന് ശേഷം ഇമേജ് വീണ്ടും നിങ്ങൾ ആ ഒരു ക്യാൻവാസിൽ പ്ലേസ് ചെയ്ത് നോക്കുക. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് വളരെ ഒരു ബിഗിനറിനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ പറയുന്ന പല തിയറീസ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. കാരണം ഭാവിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതേ രീതിയിലുള്ള ബിഗിനേഴ്സിന് ഉള്ള ചോദ്യങ്ങൾക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ അറിയേണ്ടത് നമ്മൾ ചെയ്തിരിക്കുന്ന ബാനർ ഡിസൈനിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് വിഡ്ത്ത് വേണ്ടത് 35 feet ആണ്. അതേപോലെ ഹൈറ്റ് വേണ്ടത് 12 feet ആണ്. അപ്പോൾ സാധാരണ നമ്മളുടെ പ്രിന്റിംഗ് യൂണിറ്റിൽ പോയാൽ അറിയാം, അവർ മാക്സിമം വൺ സൈഡ് അവർക്ക് മാക്സിമം ഫ്ലെക്സ് സൈസ് ഉള്ളത് 10 feet ഉള്ളത്. 10 feet മുകളിലേക്ക് ഉള്ള ഫ്ലെക്സ് സൈസ് ഉള്ള പ്രിന്റിംഗ് യൂണിറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് വളരെ വലിയൊരു ഫ്ലെക്സ് സൈസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ സൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് വിഡ്ത്ത് വേണ്ടത് 35 feet ആണ്, ഹൈറ്റ് വേണ്ടത് 12 feet ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഷോപ്പിൽ ഇഞ്ചസിലായിരിക്കും നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫീറ്റ് ഇഞ്ചസിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 inch ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ പോയിട്ട് ഇപ്പോൾ 35 feet ആണ് നമുക്ക് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ 35 × 12, ഓക്കെ, 420 നമുക്ക് വിഡ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 420 വിഡ്ത്ത് ഫോട്ടോഷോപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഫയലിൽ പോകുന്നു, എന്നിട്ട് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വിഡ്ത്ത് വേണ്ടത് 420 വേണ്ടത്. അപ്പോൾ നമ്മൾ വിഡ്ത്ത് 420 കൊടുക്കുന്നു. ഇത് മെഷർമെൻറ്റ് നിങ്ങൾ ഇഞ്ചസ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി നമുക്ക് ഹൈറ്റ് വേണം. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12 feet ആണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ 12 feet × 12 inches 144 ആണ് ഹൈറ്റ് വേണ്ടത്. ഓക്കെ, സോ ഇവിടെ 144 ഹൈറ്റ് സെറ്റ് ചെയ്ത് റെസൊല്യൂഷൻ 72 തന്നെ കൊടുക്കുക. അതേപോലെ കളർ മോഡ് നമ്മൾക്ക് ഇത് പ്രിന്റിങ്ങിന് ആയതുകൊണ്ടിട്ട് CMYക്ക് കളർ മോഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മളുടെ ഇന്റർമീഡിയറ്റ് എപ്പിസോഡ് 2-ൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനൊരു ബ്ലീഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബാനറിന് ചുറ്റും ബ്ലീഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബ്ലീഡ് സെറ്റ് ചെയ്യണ എന്തിനാണെന്നുള്ളത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒന്നും നമ്മൾക്ക് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ സൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്ലീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹൈറ്റിൽ നിന്നും വിഡ്ത്തിൽ നിന്നും നമുക്കൊരു 6 inches കുറക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് ശേഷം ബ്ലീഡ് സെറ്റിന് ശേഷം മാത്രം ആ ഒരു 6 inches നമുക്ക് കറക്റ്റായിട്ട് കൂട്ടി കൊടുക്കാം. അപ്പോൾ 420 ഒരു 6 feet മൈനസ് ചെയ്യാം. അപ്പോൾ 440. അതേപോലെ 144 ഒരു 6 inches മൈനസ് ചെയ്താൽ 138. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ഈ ഒരു ബാനർ സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യാൻവാസിൽ നമ്മളുടെ ബ്ലീഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ റൂളേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. റൂളേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട് Ctrl+R എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വ്യൂവിൽ പോയിട്ട് റൂളേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഈ 4 സൈഡത്തെ ഈ റൂളേഴ്സിൻ്റെ മെഷർസ് ഉപയോഗിച്ചിട്ട് ഗൈഡ്സ് നമ്മൾ ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് ഈ 4 വശത്തേക്കും സെറ്റ് ചെയ്യാം. ഇതിനുശേഷം നമ്മളുടെ ഗൈഡ്സിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വ്യൂവിൽ പോയിട്ട് ലോക്ക് ഗൈഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ക്യാൻവാസിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത 6 inches തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇമേജിൽ പോവുക,
ക്യാൻവാസ് സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പിക്സൽസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇഞ്ചസ് എന്നുള്ളതാക്കുക. എന്നിട്ട് 440 ഒപ്പം ഒരു 6 ഇഞ്ചസും കൂടി ആഡ് ചെയ്യുക. അപ്പം നമുക്ക് +6 എന്നുള്ള കൊടുക്കാം. അതേപോലെ താഴെ നമുക്ക് +6 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ഇതിൽ കറക്റ്റ് സൈസ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ വൈറ്റ് എന്നുള്ള ഓപ്ഷനെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പം 4 സൈഡിൽ നിന്നും നമ്മളുടെ ക്യാൻവാസ് കുറച്ച് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ക്യാൻവാസ് സെറ്റ് ആയിട്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കണ്ടന്റ് ഇതിൽ നമുക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ നമ്മളുടെ സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഇതുപോലെ കുറ്റിപ്പെൻസ് എന്നുള്ള ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പം അതിൽ പോയിട്ട് ഈ ഒരു ഗൂഗിൾ കീബോർഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ മലയാളം രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഇവിടെ ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൺവേർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോവുക. എന്നിട്ട് കോപ്പി ടു FML സീരീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഈ ടെക്സ്റ്റ് കാണുന്നതെല്ലാം FML സീരീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ FML സീരീസിൽ കോപ്പി ചെയ്യണം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ഫോൺസ് എല്ലാം FML എന്നുള്ളൊരു ഫോർമാറ്റിലുള്ള ഫോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഈ ഫോണ്ട് മാത്രം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്ക് കോപ്പി എടുക്കാം. Ctrl+C എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. ഫോട്ടോഷോപ്പിൽ വരിക. എന്നിട്ട് ടൈപ്പ് ടൂൾ എടുക്കുക. ഓക്കെ, ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ആ ആർട്ട് ബോർഡ് ക്ലിക്ക് ചെയ്യുക. Ctrl+V എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. നമ്മളുടെ ഫോൺ സൈസ് നോക്കുക. ഫോൺ സൈസ് ഇപ്പോൾ 700 പോയിന്റ്സ് കിടക്കുന്നത്. നമുക്ക് ഒരു 1500 കൊടുത്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാക്സിമം ഫോൺ സൈസ് കൊടുക്കാൻ പറ്റുന്നത് 1296 ആണ്. ഇതിന് മുകളിലേക്ക് ഫോൺ സൈസ് നമ്മൾക്ക് വലുതാക്കാൻ പറ്റില്ലെന്നാണ് ഫോട്ടോഷോപ്പ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ ഫോണ്ട് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ കിടക്കുന്നത് ഒരു മോണ്ടിസ്റാട്ട് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫോണ്ട് കിടക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് FML നന്ദിത എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്. ഓക്കെ, ഈ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 3 ഡോട്ട്സ് ഉള്ള പോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും 3 ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിനേക്കാളും സൈസ് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 1500 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലുതാവില്ലെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ഇനി ഇതിനേക്കാളും സൈസ് വലുതായിട്ടാണ് ഫൈനൽ ഡിസൈൻ വരേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണ്ട് മാറ്റിയതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം Ctrl+T എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ട്രാൻസ്ഫോം കൺട്രോൾസ് വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോക്സിലുള്ള ഏതെങ്കിലും കോർണർ ബോക്സസിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഫോണ്ട് സൈസ് വലുതാവുന്നതായിരിക്കും. ഓക്കെ, ആ ഡോട്ട്സ് ഇവിടെ അപ്ലൈ ആയിട്ടില്ല. അപ്പം നമുക്ക് അതിനുവേണ്ടി ഒന്നും കൂടി ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡോട്ട്സ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫോണ്ട് സൈസ് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ രണ്ടാമത്തെ ഫോണ്ട് ഈ ഒരു കണ്ടന്റാണ് നമ്മൾക്ക് ഇനി വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറ്റിപ്പെൻസിൽ ടൈപ്പ് ചെയ്ത ആ ഒരു കണ്ടന്റിലേക്ക് പോവുക. അത് കോപ്പിന് ശേഷം Ctrl+C എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ വരിക. ടൈപ്പ് ടൂൾ എടുക്കുക. ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+V എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ 15 കഴിഞ്ഞ് ഇതേപോലെ ലെറ്റർ ആണ്. കാരണം ഇത് നമ്മൾ 15 കിലോമീറ്റർ റേഡിയസ് എന്നുള്ള സംഭവമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മലയാളം ഫോണ്ടായി ഇരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇതേ രീതിയിലൊരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോണ്ടിസ്റാറ്റ് എന്നുള്ള ഫോണ്ട് തന്നെ ഉപയോഗിക്കാം. മോണ്ടിസ്റാറ്റ് ബോൾഡ് എന്നുള്ള ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കിലോമീറ്റർ സ്മോൾ ലെറ്ററിൽ കിടക്കുന്നത് നമുക്കത് ഫുൾ ക്യാപ്സ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാപ്സ് ലോക്കിൽ നമുക്ക് കിലോമീറ്റർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഫോൺ സൈസ് ഇപ്പോൾ കുറച്ച് വലുതാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ ഫോണിൻ്റെയും സെയിം സൈസ് ഇപ്പോൾ 1296 ആണെങ്കിൽ പോലും നമ്മളുടെ ഇംഗ്ലീഷ് ഫോണ്ടും കമ്പാരിറ്റീവ്ലി മലയാളം ഫോണുകളും കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫോൺ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 900 കൊടുക്കുക. ഓക്കെ, 900 കൊടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ ഫോൺ സൈസ് ഏകദേശം കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഒരു ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ടി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ക്യാരക്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പാനലാണ് ഈ വന്നിരിക്കുന്നത്. നമ്മളുടെ പഴയ 2 എപ്പിസോഡിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടു, നമ്മൾ ഈ ഓപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ലൈനിലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് താഴേക്കോ മുകളിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. അല്ല, സെറ്റ് ദ ബേസ് ലൈൻ ഷിഫ്റ്റ്. അപ്പോൾ ഈ ഒരു ടാബിൽ വന്നതിന് ശേഷം നമ്മളുടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ആ ഒരു ഫോണ്ട് താഴേക്കും മുകളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വേണ്ടത്രയും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ഫോണ്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫോണ്ട് നമ്മളുടെ ഡിസൈനിൽ കാണുന്ന ഒരു അണ്ടർലൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഫോണ്ട് 2 ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൽ കൊടുക്കാനുള്ളത് ഇൻഫ്രാ കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടൈപ്പ് ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് സൈസ് ഇപ്പോൾ ഇവിടെ 12 പോയിന്റ്സ് വന്നിരിക്കുന്നത്. നിങ്ങളത് ചേഞ്ച് ചെയ്യുക. 700 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന രീതിയിൽ അത് വിസിബിളായി വരത്തുള്ളൂ. അപ്പോൾ ഇൻഫ്രാ കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് സർവീസ്. കൊച്ചിൻ. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കാം. നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മളുടെ ടെക്സ്റ്റ് എല്ലാം തന്നെ നമ്മളുടെ ക്യാൻവാസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഈ മുകളിലുള്ള ടെക്സ്റ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഓൾറെഡി ഡിസൈൻ ചെയ്ത ഈ ഒരു ബാനർ നോക്കുമ്പോഴത്തേക്കും അത് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സൂം ചെയ്ത് നോക്കി കാണാം, ഇത് ഒരു സിംഗിൾ ഓറഞ്ച് കളർ അല്ല, ഇത് 2 കളേഴ്സാണ്. മുകളിൽ ഡാർക്ക് ഓറഞ്ചും താഴെ വരുമ്പോഴത്തേക്കും ലൈറ്റ് ഓറഞ്ചും ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രേഡിയൻ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ കൊടുക്കണം നോക്കാം. ഫോണ്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ലെയർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ലെയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 3 ഫോൺസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ലെയർ പാനലിൽ പോയിട്ട് ഓരോ ടെക്സ്റ്റ് ലെയേഴ്സും നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെലക്ട് ആയിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ടെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വലുതാക്കുന്ന ടെക്സ്റ്റാണ് നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെയർ പാനൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെയർ പാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ പോയിട്ട് പ്രൈമറി ടെക്സ്റ്റ് എന്ന് പേര് കൊടുക്കുക. അടുത്തത് വരുന്നത് നമ്മളുടെ സെക്കൻഡറി ടെക്സ്റ്റ് ആണ്. അതും ഇതേപോലെ തന്നെ സെക്കൻഡറി ടെക്സ്റ്റ് എന്ന് പേര് കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾക്ക് കോൺടാക്റ്റ് എന്ന് കൊടുക്കാം. കോൺടാക്ട്സ്. ഓക്കെ, ഇതിനുശേഷം നമ്മളുടെ ഡിസൈനിൽ ആകെ ഇത്രയും ടെക്സ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് 3ഉം നമുക്ക് കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് 3 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒന്നുകിൽ കൺട്രോൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് മുഴുവനും ഈ ഒരു ഗ്രൂപ്പ് പാനലിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പിന് ടെക്സ്റ്റ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ലെയറിൽ പ്രൈമറി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വെക്കാം. നമുക്ക് ഇനി വലുതാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫോം കൺട്രോൾസ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് ഇതേ രീതിയിൽ വലുതാക്കാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതവിടെ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കിനി ഫോണ്ടിന് നമ്മൾ പറഞ്ഞ ഗ്രേഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ലെവലിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആക്റ്റീവ് ആയി വരുന്നതാണ്. അതിൽ നിങ്ങൾ ഗ്രേഡിയൻ്റ് ഓവർലേ എന്നുള്ള
ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ ഈ ഒരു കളർ ആയിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഗ്രേഡിയന്റിൽ ഏത് കളർ ആയിരിക്കും വരുന്നത്, ആ ഒരു കളർ ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിന് അപ്ലൈ ആവുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗ്രേഡിന്റെ ഈ ഒരു കളർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോട്ടോഷോപ്പിൽ ഓൾറെഡി പ്രീസെറ്റ്സ് ആയിട്ടുള്ള കുറേ ഗ്രേഡിയൻസ് ഉണ്ട് ഉണ്ടല്ലേ. നിങ്ങൾ ഫോട്ടോഷോപ്പ് 2021 അല്ലെങ്കിൽ 2018 ശേഷമുള്ള വേർഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ കുറേ കളേഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഗ്രേഡിന് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഗ്രേഡിന്റെ അവിടെ അപ്ലൈ ആവുന്നത് കാണാൻ പറ്റും ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ പഴയ വെർഷനാണ് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾക്ക് ഗ്രേഡിയന്റ് ഇതേ കളറിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മാനുവലി ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നത് നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നിങ്ങൾക്ക് കളർ ഗ്രേഡിന്റെ വന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കളറിൽ പോവുക, കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കളർ പാനലിൽ നിന്നിട്ട് ഡാർക്ക് ഓറഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് കളർ മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റ് ഈ ഗ്രേഡിയന്റിനോട് ക്ലിക്ക് ചെയ്യുക, കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗ്രേഡിയന്റ് ഈ ഒരു ടെക്സ്റ്റിന് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി നമ്മളുടെ സെക്കൻഡറി ടെക്സ്റ്റ് നമ്മളുടെ ഫൈനൽ ഡിസൈനിൽ കാണുന്ന പോലെ കുറച്ച് സെൻട്രൽ ഇതിനോട് അലൈൻ ചെയ്ത് വെക്കാനുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ ഇത് മാനുവലി മൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇമേജ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിത് കറക്റ്റായിട്ട് എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു കോണ്ടാക്റ്റിന് നമ്മളുടെ ഈ ഡിസൈനിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടൂൾ ബാറിൽ ഈ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്യുക. ഷേപ്പ് ലെയറിൽ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ റെക്റ്റാങ്കിൾ ടൂൾ ഇവിടെ ആക്റ്റീവ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളുടെ ഫില്ലും സ്ട്രോക്കും സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരു റെക്റ്റാങ്കിൾ ടൂളിന് സ്ട്രോക്ക് ഇതേപോലെ ഏതെങ്കിലും കളർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നൺ കൊടുക്കുക. കാരണം നമ്മൾക്ക് റെക്റ്റാങ്കിളിന് സ്ട്രോക്ക് കളറൊന്നും വേണ്ട, നമുക്ക് ഫിൽ കളർ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫിൽ ഓപ്ഷൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതേപോലെ മുകളിൽ കുറച്ച് ഐക്കൺസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഈ മൂന്നാമത് കാണുന്നത് ഗ്രേഡിയന്റ് ആണ്. ആദ്യം കാണുന്നത് നോ കളറാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കളേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. രണ്ടാമത് കാണുന്ന സോൾഡ് കളറാണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷനാണ് ഈ സോൾഡ് കളർ. മൂന്നാമതുള്ള ഗ്രേഡിയന്റും നാലാമതുള്ളത് പാറ്റേണുമാണ്. നമ്മളിപ്പോൾ ഗ്രേഡിയന്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സോളിഡ് കളറാണ് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ ഈ ഒരു പ്രൈമറി ഈ ഒരു കോണ്ടാക്ട് ടെക്സ്റ്റിന് ഇപ്പോൾ ഈ ഒരു സോളിഡ് കളറാണ് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ ഈ ഒരു ഷേപ്പ് ടൂളിന് ആക്ടിവേറ്റ് ആയി കിടക്കുന്നത്. നമ്മൾക്ക് സോളിഡ് കളർ മാറ്റിയിട്ട് ഗ്രേഡിയന്റ് കൊടുക്കാം. ഓക്കെ, ഗ്രേഡിയന്റ് കൊടുത്തപ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ ഗ്രേഡിയന്റ് കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഇതിനൊരു ഓറഞ്ച് കൊടുത്തത് കൊണ്ടിട്ട് ചിലപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഗ്രേഡിയന്റ് ഓപ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മാനുവലി മാറ്റാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ ഒരു കളർ പിക്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ ഇവിടുന്ന് കളർ ഇതേ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് കളർ ഗ്രേഡിയന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കളർ പിക്ക് ഉപയോഗിച്ചിട്ട് താഴത്തും ഇതേപോലെ പിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു കളർ സെലക്ട് ആയിട്ട് നമ്മൾ ഗ്രേഡിയന്റ് കിട്ടുന്നതല്ല. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ മാറിയിട്ട് ഇപ്പോൾ വൈറ്റ് കളർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ പോവുക, അല്ലെങ്കിൽ സെയിം ഈ ലെയറിൽ പോയാലും മതി. അവിടെ പോയതിനു ശേഷം നമ്മളുടെ ഈ വൈറ്റ് എന്നുള്ള കളർ മാറ്റിയതിന് ശേഷം ലൈറ്റ് ഓറഞ്ച് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഈ കോർണേഴ്സ് നമുക്ക് റൗണ്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പാനലിൽ പോവുക. അതിനുശേഷം നമ്മൾക്ക്
പാനൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇത് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മളുടെ ഷേപ്സിന്റെ കോർണർ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണിത്. ഓക്കെ, അത് നമ്മൾ ഏതെങ്കിലും ഈ ഒരു ഐക്കൺ ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 4 കോർണേഴ്സും ലോക്ക്ഡ് ആയിരിക്കും. ഇത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു കോർണർ മാത്രമേ അവിടെ അഡ്ജസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ലോക്ക്ഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ കോർണർ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെക്ടാംഗിൾ ഷേപ്പിന്റെ കോർണർ റേഡിയസ് ശരിക്കും നല്ലൊരു റൗണ്ട് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ മൂവ് ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ സെന്ററിലേക്ക് അലൈൻ ചെയ്യാം. അതേപോലെ നമ്മളുടെ ടെക്സ്റ്റും നമ്മളുടെ ഇവിടുത്തെ എലമെന്റ് സെലക്ട് ചെയ്യാൻ എപ്പോഴും നമ്മൾ ലെയർ പാനലിൽ പോകണമെന്നില്ല. ജസ്റ്റ് ആ ഒരു ഓപ്ഷന്റെ മുകളിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ചുറ്റളവിലുള്ള കുറച്ച് ലേയേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഏത് ലെയറാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് അതിനുവേണ്ട അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫോണിന്റെ സൈസ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുണ്ട്. അതിനുവേണ്ടി ടൈപ്പ് ടൂൾ എടുക്കുക, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ജസ്റ്റ് ടി ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ടൈപ്പ് ടൂൾ സെലക്ട് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഒരു 800 കൊടുത്തോക്കാം. ഓക്കെ, 800 കൊടുത്തു. നമ്മളുടെ ഫോണ്ട് മാറ്റിയിട്ട് മോൺസ്റ്ററായിട്ട് ആക്കാം. മോൺസ്റ്ററായിട്ട് ബോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോണ്ട് 7 അല്ലെങ്കിൽ 700 മതിയാവും. $650 മതിയാവും. നമുക്കൊരിക്കലും ഫോണ്ട് നമുക്കൊരിക്കലും ഇത്രയും ആണെന്ന് പറഞ്ഞ് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതേപോലെ നമ്മൾ ചിലപ്പോൾ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഫോണ്ട് വലുതാക്കണം ചെറുതാക്കണം എന്ന് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണ്ട് നമ്മൾ മോൺസ്റ്ററായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഏരിയയിലാക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ വളരെ ചെറുതാണ്. ഫോണ്ട് സൈസ് 650 ആണ്. പക്ഷെ ഇത് വളരെ നമ്മൾ മോൺസ്റ്ററാറ്റിനേക്കാളും വളരെ ഒരു ചെറിയ ഫോണ്ടിലാണ് ഈ ഒരു ഏരിയൽ ഫോണ്ട് വന്നിരിക്കുന്നത്. കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോൺസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫോണ്ടിന്റെ കളർ മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കാം. ഫോണ്ട് കളേഴ്സ് ഒക്കെ മാറ്റുന്നത് നമ്മൾ ബേസിക് എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ എപ്പിസോഡ് 1 കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഇതിൽ ടെക്സ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ഇമേജ് എങ്ങനെ നമ്മളുടെ ഈ ഒരു ഡിസൈനിൽ കാണുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫയൽ സേവ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഈ ഫയൽ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവാം, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ പ്രൊജക്റ്റിൽ നിന്ന് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ റോ ഫയൽസ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. റോ ഫയൽസിലേക്ക് നമ്മൾ നമ്മളുടെ ഫയൽസ് നമ്മളുടെ വർക്ക് ഫയൽ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഫ്രാ കമ്പ്യൂട്ടേഴ്സ് ബാനർ 35 feet into 12 feet. ഓക്കെ, നമുക്ക് ഇതേപോലെ പേര് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ സേവ് ആസ് ടൈപ്പ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ PSD ഫോർമാറ്റിൽ സേവ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഫ്ലെക്സ് നമ്മൾക്ക് ഒരിക്കലും PSD ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര വലിയൊരു ഫ്ലെക്സ് ആണ്. നമ്മൾ 35 feet ആണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും വലിയ ഫ്ലെക്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സ് അത്രയും വലുതായതുകൊണ്ട്, ക്യാൻവാസ് അത്രയും വലുതായതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ ലാർജ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, അതായത് ഫോട്ടോഷോപ്പ് ബിഗ് ഫയൽ എന്നുള്ള ഒരു ഫോർമാറ്റാണ് ഈ PSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മളുടെ ഫയല് സേവ് ആവുന്നത്. അപ്പോൾ ഈ PSB എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അറിയാം, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഫയൽ സേവ് അയക്കുന്നത് PSB എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ആണ്, അല്ലാണ്ട് PSD ഫോർമാറ്റ് അല്ല. കാരണം നമ്മളുടെ ഫോട്ടോഷോപ്പിൽ ഒരു സൈസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക്
നമ്മളുടെ ഫയൽസെല്ലാം PSB ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇതിൻ്റെ ഇമേജ് സൈസ് എടുത്ത് നോക്കാം. ഇമേജ് സൈസ് ഇപ്പോൾ പിക്സൽ സൈസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിഡ്ത്ത് തന്നെ 30,000 മേലുണ്ട്. അപ്പോൾ 30,000 മേളിൽ എപ്പോൾ നമ്മളുടെ പിക്സൽ സൈസ് കൂടുന്നു അപ്പോൾ മുതൽ നമ്മളുടെ ഫോട്ടോഷോപ്പ് PSD ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് PSB ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഇതായിരിക്കും, 30,000 മേലുള്ള പിക്സൽ സൈസുള്ള ക്യാൻവാസ് എല്ലാം PSBയിലായിരിക്കും സേവ് ചെയ്യണത്. അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റിന്റെ സൈസ് മൊത്തം സൈസ് 2 GB എബവ് ആണെങ്കിലും PSB ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് നമ്മൾ ഈ ഡിസൈനിൽ കാണുന്ന ഒരു ഇമേജ് കൊണ്ടുവരാം. അപ്പോൾ ഇമേജ് കൊണ്ടുവന്നതിന് മുന്നേ നിങ്ങൾക്ക് കാണാം ഇതൊരു 3D എംബോസ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇതൊരു സർക്കിൾ ഷേപ്പ് ഉണ്ട്. ആ ഒരു സർക്കിൾ ഷേപ്പിന്റെ പുറത്തേക്ക് ഈ ഒരു ഇമേജ് ചാടിയിരിക്കുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നോക്കാം. അതിനുവേണ്ടി ഫോട്ടോഷോപ്പിൽ പോവുക, നമ്മളുടെ ടൂൾ മെനുവിൽ നിന്നിട്ട് ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, അതിൽ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ക്യാൻവാസിൽ വന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു കറക്റ്റ് സർക്കിൾ വരണമെന്നില്ല, ചിലപ്പോൾ ഓവൽ ഷേപ്പ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓക്കെ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കീബോർഡിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ കറക്റ്റ് ഒരു സർക്കിളിൽ നമ്മളുടെ ആ ഒരു ഷേപ്പ് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ സർക്കിളിൽ ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് വന്നേക്കാം. നമുക്ക് ഗ്രേഡിയൻ്റ് വേണ്ട, നമ്മൾക്കൊരു ലൈറ്റ് ഗ്രേ കളർ മതി. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഷേപ്പ് പ്രോപ്പർട്ടീസ് പാനലിൽ പോവുക, എന്നിട്ട് ഈ ഫില്ല് ഗ്രേഡിയൻ്റിൽ നിന്ന് മാറ്റിയിട്ട്, ഇപ്പോൾ ഗ്രേഡിയൻ്റാണ് ഇവിടെ ആക്റ്റീവ് ആയി കിടക്കുന്നത്, അതിൽ നിന്ന് മാറ്റിയിട്ട് സോളിഡ് ആക്കുക. സോളിഡ് ആക്കിയതിന് ശേഷം നമ്മളെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ പാനൽ ഓപ്ഷനിൽ വരിക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ലൈറ്റ് ഗ്രേ കളർ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രേ കളർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഇതേ രീതിയിൽ ഈ ഒരു ഇമേജ് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം, ആ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഫയലിൽ പോവുക, ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ഈ പ്രൊജക്ട് ഫോൾഡറിൽ ഇമേജസിൽ നിങ്ങൾക്ക് 2-3 ഫയൽസ് കാണാം ഇമേജസിൻ്റെ. അപ്പോൾ അതിൽ ഈ ഒരു ഇമേജാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു PSBയിൽ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത ഫയൽ ഓൾറെഡി ഇതിൽ സേവ് ആയിട്ടുള്ള ഫയലാണത്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇതെടുക്കാം, അതല്ലാന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് എടുത്തിട്ട് നിങ്ങൾ അതിന് പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെയുള്ള വീഡിയോ ചെയ്ത പോലെ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾക്ക് ഈ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാം. തൽക്കാലം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ വരുമ്പോഴത്തേക്കും നമ്മളുടെ ലെയേഴ്സിൽ പോവാം. ലെയേഴ്സിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ലെയർ ആണ്. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജ് ആണ്. ഇത് നമ്മളുടെ സെലക്ട് ആൻഡ് മാസ്ക് ഓപ്ഷൻ നമ്മളുടെ എപ്പിസോഡ് 2-ൽ കാണിച്ച ഈ ഒരു സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പോൾ ആ ഒരു ഇമേജ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ലെയർ പാനൽ ഇതേപോലെ 2 ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഈ ലെയറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ലെയറിൽ ഇവിടെ വേറൊരു ഐക്കൺ കൂടി കാണാം അല്ലേ. ഈ ഒരു സെലക്ട് അയക്കുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ഭാഗം വൈറ്റ് കളറും ബാക്കി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ബ്ലാക്ക് കളറും കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ഐക്കൺ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ലെയറിന് ഓട്ടോമാറ്റിക്കായിട്ട് ലെയർ മാസ്ക് അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ലെയർ മാസ്ക് തംബ്നെയിൽ നിന്നാണ് അവിടെ നമ്മൾക്ക് ആ ഒരു ഐക്കണിന്റെ പേര് കാണിക്കുന്നത്. ഇനി ലെയർ മാസ്ക് തംബ്നെയിൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അൺഡു ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതേ രീതിയിൽ നമ്മൾ ഒരു ലെയർ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഇമേജ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ദിവസം എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ സെലക്ഷൻ ഈ ഇമേജിൽ നിന്ന് മാറ്റിയിട്ട് ലെയർ മാസ്കിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളുടെ ബ്രഷ് ടൂൾ എടുക്കുക. ടൂൾ ബാറിൽ പോയിട്ട് ഇതാണ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോർഗ്രൗണ്ട് കളർ
ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫോർഗ്രൗണ്ട് കളർ, ബാക്കിൽ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇമേജിൽ നിന്ന് ആ ഒരു ഭാഗം എന്താ ഇറേസ് ആയി പോകുന്ന കാണാൻ പറ്റും. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ആവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ ബ്ലാക്ക് ആയിരുന്നു, ഞാൻ ഇനി ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കാൻ പോവാണ്. ഇപ്പൊ നമ്മളുടെ ബ്രഷിന്റെ ഡിഫോൾട്ട് കളർ വൈറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഇറേസ് ചെയ്ത ഭാഗത്ത് പിന്നെയും നമ്മൾ ഇതേപോലെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയ ഭാഗം തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിലോ, ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമ്മളുടെ ലെയർ മാസ്ക് ഉപയോഗിച്ച് നമ്മൾക്ക് നേരത്തെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് കട്ട് ചെയ്ത ഫയലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലെയർ മാസ്ക് ആണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നമ്മളുടെ ബ്രഷിന്റെ കളേഴ്സ് വൈറ്റും ബ്ലാക്കും ആക്കിയതിനു ശേഷം നമ്മൾക്ക് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം മിനിമൈസ് ഇറേസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് കളഞ്ഞ ഭാഗം ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇമേജിൽ സൂം ചെയ്ത് നോക്കി അറിയാൻ പറ്റും, ഇവിടെ കഴുത്തിന്റെ ചെറിയൊരു ഭാഗം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു കണ്ണിന്റെ ചെറിയ ഭാഗം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കുക. അതിനുശേഷം സെലക്ഷൻ ഇമേജിലാണോ അല്ലെങ്കിൽ എയർ മാസ്കിലാണോ നോക്കുക. ഒരിക്കലും ഇമേജിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇത് ഇറേസ് ചെയ്ത് നോക്കരുത്, കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എപ്പോഴും സെലക്ഷൻ ലെയർ മാസ്കിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളുടെ ഇപ്പം ഇത്രയും നമ്മളുടെ ബ്രഷ് സൈസ് ഇത്രയും വലുതാണ്, നമുക്ക് ചെറുതാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഈ പ്രീസെറ്റിൽ പോയിട്ട് സൈസ് ഇതിൽ ഈ രീതിയിൽ ചെറുതാക്കാം, അതല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലൊരു പാനൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സൈസ് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം ഈ ഒരു സൈസ് മതി. അതിനുശേഷം നമ്മൾ ഈ നമ്മളുടെ ക്യാരക്ടറിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ അതിന്റെ ഒരു കുറച്ച് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ആ ഒരു പോയ ഭാഗം റീഫിൽ ആയി വരുന്നതാണ്. അതേപോലെ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇറേസ് ഈ ഒരു ബ്രഷ് ഇതേ രീതിയിൽ ഉപയോഗിക്കരുത്, കാരണം ഇതേ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഇതേപോലെ തിരിച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ അതിനൊരു ഗൈഡ് ലൈൻ പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിന് ചുറ്റും ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളുടെ ബ്രഷ് ടൂൾ എടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ആ പോയ ഒരു ഭാഗം റീഫിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഇമേജിന്റെ ലെയർ മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ. നമ്മൾക്കിത് നമ്മളുടെ ഈ ഒരു ക്യാൻവാസിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. മൂവ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇമേജ് ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഈ ഒരു ക്യാൻവാസിൽ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇനി നമ്മളുടെ ഇമേജ് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+T എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് റീസൈസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ ഇമേജ് പുറത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫ്ലിപ്പ് ഹോറിസോണ്ടൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇമേജ് ഇതേ രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. സൈസ് നിങ്ങൾക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് നമ്മളുടെ ക്യാൻവാസിൽ വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഡിസൈനിൽ കാണുന്ന പോലെ ഈ ഒരു സർക്കിൾ ഷേപ്പിന്റെ ഉള്ളിൽ നിന്നാണ് ഇമേജ് വരേണ്ടത് അല്ലേ. സർക്കിൾ ഷേപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇമേജ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിലുള്ള ഒരു ഓപ്ഷനാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ സർക്കിൾ ഈ എലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലെയറിൽ വന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് വേണ്ട ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ലെയേഴ്സ് നമ്മൾ ഈ ടെക്സ്റ്റ് ഗ്രൂപ്പ് പാനലിൽ നിന്ന് മാറ്റിയിട്ട് ഇമേജ് ലെയറിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് ഇടുക, അതായത് ടെക്സ്റ്റ് ഗ്രൂപ്പിനെ പുറത്തേക്ക് ഇടുക. അതിനുശേഷം Ctrl+G എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തതിന്റെ പേര് മാറ്റിയിട്ട് ഇമേജ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഈ എലിപ്സും നമ്മളുടെ ഇമേജും
നമ്മളുടെ ഈ ഒരു ഇമേജ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സർക്കിളിനുള്ളിലേക്ക് ഈ ഒരു ഇമേജ് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ഏത് ലെയറിലാണോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ളത് കൊടുക്കുന്നത്, ആ ഒരു ലെയർ താഴത്തെ ലെയറിൻ്റെ ഉള്ളിലേക്ക് എന്താവും, മെർജ്ഡ് ആവും. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജ് കണ്ടു ഇപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്കായി. ഇമേജ് മൊത്തം ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്കായി. ഇനി നേരെ മറിച്ച് ഇപ്പോൾ ഈ എലിപ്സിന് പകരം ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, എലിപ്സിന് പകരം ഞാനിപ്പോൾ നേരെ മറിച്ച് ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുക്കുന്നതെങ്കിൽ ലേയേഴ്സിലേക്ക് പോവുക. ട്രയാങ്കിൾ ഞാൻ ഇമേജിന് താഴേക്ക് കൊണ്ട് നിർത്തുന്നു. കാരണം നമ്മൾക്ക് ഏതൊരു ഷേപ്പിൻ്റെ അകത്തേക്കാണ് വരുന്നത് ആ ഷേപ്പ് ഇമേജ് ലെയറിന് താഴെ ആയിരിക്കണം. അതിനുശേഷം ഇമേജ് ലെയറിൽ പോയതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് ഏത് ഷേപ്പ് വരച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് നിങ്ങൾ ഈ ഒരു ലെയർ സെലക്റ്റിന് ശേഷം ഓൾട്ട് എന്നുള്ള കീ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മൗസിൻ്റെ ഐക്കൺ ഇതേ രീതിയിൽ മാറുന്ന കാണാം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇമേജ് നമ്മളുടെ ഈ എലിപ്സ് എന്നുള്ള ഈ ഒരു ഷേപ്പിലേക്ക് ക്ലിപ്പ് ചെയ്യണോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇനി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഇമേജ് ഇതിൻ്റെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഡിസൈനിൽ കാണുന്ന പോലെ ഈ ലാപ്ടോപ്പും അതേപോലെ തന്നെ ഈ തലയുടെ ഭാഗവും ആ ഒരു സർക്കിളിൻ്റെ പുറത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ Ctrl+J എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് ഇമേജസ് നമ്മളുടെ ഈ ഒരു ഇമേജ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ലെയർ. അപ്പോൾ നമ്മൾക്ക് ഒറിജിനൽ ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് റീനെയിം ചെയ്യാം, ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇമേജ് ലെയേഴ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ ഇമേജ് ആണ് എന്തായിരിക്കുന്നത്, ഈ ഒരു എലിപ്സിൻ്റെ ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് ക്ലിപ്പിംഗ് മാസ്ക് അയക്കുന്നത്. അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് പുറത്ത് കിടക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സർക്കിളിൻ്റെ താഴെ വന്നിരിക്കുന്ന ഭാഗം, അതായത് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചാൽ നമ്മൾക്ക് ബാക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. താഴെ വന്നിരിക്കുന്ന ഇത്ര ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജ് കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് നീക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്രയും ഭാഗം നമ്മളുടെ ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി പുറത്തേക്കുള്ള ഈ ഒരു ഭാഗത്ത് വരുന്ന എലമെൻറ്റ്സ് മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് ലെയർ സെലക്ട് ചെയ്യുക, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ലെയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒറിജിനൽ ഇമേജ് ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഏകദേശം നമ്മൾ ഈ ഒരു ഫൈനൽ ഡിസൈനിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒറിജിനൽ ഇമേജ് ജസ്റ്റ് ഹൈഡ് ചെയ്തിടാം, നമുക്ക് കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ. എന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു എലിപ്സ് എന്നുള്ള ഈ ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൽ ഈ ഒരു ഐക്കണിൻ്റെ ഭാഗത്ത് വന്നിട്ട് കീബോർഡിൽ കൺട്രോൾ ക്ലിക്കിന് ശേഷം മാത്രം ഈ ലെയർ തംബ്നെയിലിൻ്റെ അവിടെ ജസ്റ്റ് മൗസ് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ഏത് ലെയറാണ് സെലക്ട് അയക്കുന്നത്, ഏത് ലെയറാണ് നമ്മൾ കൺട്രോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്തത്, അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒരു സെലക്ഷൻ വരുന്നതായിരിക്കും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിലാണ് തമ്മിലാണ് കൺട്രോൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ സെലക്ഷൻ വരും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഏതൊരു തമ്മിലിൽ വന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അതിൻ്റെ ചുറ്റിനും സെലക്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സെലക്ഷൻ വേണ്ടത് എലിപ്സ് ടൂളിലാണ്. അപ്പോൾ എലിപ്സ് എന്നുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് തമ്മിലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആ ഒരു എലിപ്സിന് ചുറ്റും സെലക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കളയേണ്ടത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിന്റെ ഈ പുറത്ത് വന്നിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കളയേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെലക്ഷൻ ഇപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആക്കാം. അതിനുവേണ്ടി സെലക്റ്റിൽ പോവുക, ഇൻവേഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് ഈ സർക്കിളാണ് ആദ്യം സെലക്ട് ആയത്. ഇപ്പം നമ്മൾ ഈ ഒരു ഇൻവേഴ്സ് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും സർക്കിളിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഏരിയാസ് ആണ് ഇപ്പോൾ സെറ്റ് ആയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബാറിൽ പോയിട്ട് ബ്രഷ് ടൂൾ എടുക്കുക, റേഡിയസ് കുറച്ച് കൂട്ടി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു പാനൽ വന്നതിന് ശേഷം സൈസ് രീതിയിൽ കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം കളർ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുക. ഓറഞ്ച് കളർ ഏത് കളർ ആയിരിക്കും അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ഒരു മാസ്കിന്റെ ബ്രഷ് ടൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ നിങ്ങൾ ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ശേഷം സൂം ചെയ്ത് വെക്കാം. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ ആ സെലക്ഷൻ വന്നിരിക്കുന്ന ഭാഗത്ത് മാത്രം ഇതേപോലുള്ള എലിമെന്റ്സ് ഇറേസ് ആയി പോകുന്നതാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് അറിയാം. ഇതേപോലെ ഒരു ചെറിയൊരു ലൈൻ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലെയർ മാസ്ക് ആദ്യം ചെയ്തപ്പോഴത്തേക്ക്, അതായത് നമ്മൾ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ചെയ്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു സെലക്ഷന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഭാഗത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇതേപോലെ ലൈൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സൂം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടേക്ക് ആ ഒരു ലൈൻ എഫക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ എവിടെയും ലൈൻസ് ഇല്ല നിങ്ങൾ ഉറപ്പ് വരുത്തുക. സൂം ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇമേജ് സെറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ട്രാക്ക് ചെയ്ത് ചിലപ്പോൾ ലാപ്ടോപ്പിന്റെ ആ ഒരു ഭാഗത്തു നിന്നും ഇമേജ് ഫീഡ് ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പെൻ ടൂൾ എടുക്കുക. ലാപ്ടോപ്പ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, കൺട്രോൾ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ഭാഗം അത് സെലക്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക, ഇതിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എന്നുള്ള ആ ലെയറിന്റെ താഴത്തേക്കുള്ള നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ മാസ്ക് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെയർ മാസ്കിങ് ഉപയോഗിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾക്കിനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒറിജിനൽ ഇമേജ് അൺഹൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിന്റെ ഒപ്പാസിറ്റി കുറച്ചായിരുന്നു, അത് തിരിച്ച് 100% തന്നെ ആക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇമേജ് അവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസൈനിൽ കാണുന്ന പോലെ ഇതിനൊരു ഷാഡോ എഫക്റ്റ് ഉണ്ട് ഈ സർക്കിളിൽ. ഓക്കെ, ഈ ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. അതിൽ എലിപ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഇന്നർ ഷാഡോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇന്നർ ഷാഡോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേ രീതിയിൽ അകത്തുനിന്നൊരു ഷാഡോ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇതേ രീതിയിലാക്കി എടുക്കുക.
അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഷാഡോ വന്നിട്ടുണ്ട്. സോ നമ്മളുടെ എലിപ്സ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ഈ ഒരു ഗ്രേഡിനെ കൊടുക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു വൈറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലേ, അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഗ്രേഡിയൻ സർക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രേ സർക്കിളിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് എൻലാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ മൂന്നാമതൊരു സർക്കിൾ ഈ ഗ്രേഡിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഒരു വൈറ്റ് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ചെയ്യാണ്ട് പറ്റും, പക്ഷെ ഇതായിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള മാർഗം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിൽ പോവുക. നമ്മളുടെ എലിപ്സ് ഈ ഒരു ലെയറിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എലിപ്സ് 1 കോപ്പി എന്ന് പറഞ്ഞ ലെയറും ഉണ്ട്, അതേപോലെ എലിപ്സ് 1 എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്. അപ്പോൾ എലിപ്സ് 1 കോപ്പികൾ എന്നുള്ള ഈ ഒരു ലെയറിലാണ് ഈ ഒരു ഇമേജ് പവർ ക്ലിപ്പ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പേര് നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പവർ ക്ലിപ്പ് എലിപ്സ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഓക്കെ, അതേപോലെ നമുക്ക് ആ ഒരു വൈറ്റ് ഗ്യാപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ലെയർ നമുക്ക് വൈറ്റ് എലിപ്സ് എന്ന് നോക്കാം. അപ്പോൾ ഈ പവർ ക്ലിപ്പ് എലിപ്സ് എന്നുള്ള ഈ ഒരു ലെയറിന്റെ അടിയിലായിരിക്കണം ഈ വൈറ്റ് എലിപ്സ് എന്നുള്ളത് ഈ ഒരു ലെയർ വരേണ്ടത്. അതിനുശേഷം കൺട്രോൾ ടി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഇതേപോലെ ട്രാൻസ്ഫോം കൺട്രോൾസ് വരുന്നതായിരിക്കും. അതിനുശേഷം ഓൾട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളുടെ ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും 4 സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു എലിപ്സ് ഷേപ്പ് റീസൈസ് ആവുന്ന കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട അനുസൃതം നമുക്ക് സൈസിന് ശേഷം മാത്രം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഷേപ്പ് ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിന്റെ കളർ മാറ്റി വൈറ്റ് ആക്കിയും വേണം. അതേപോലെ ഈ ഒരു ഷാഡോ നമുക്ക് വേണ്ട, ഈ ഒരു വൈറ്റ് ഇമേജിന് ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഈ ഒരു എഫക്ട് നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ കളർ മാറ്റുന്നതിനായിട്ട് നമുക്ക് ഈ ലെയർ സെറ്റിന് ശേഷം നമ്മളുടെ ഈ ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഫില്ലിൽ പോയിട്ട് വൈറ്റ് കളർ ആയി കൊടുക്കുക. ഓക്കെ, ഈ സെയിം നമ്മളിപ്പോൾ ചെയ്ത കാര്യം തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ പോയാലും അവിടെയും ഫില്ല് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, വൈറ്റ് കളർ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു വൈറ്റ് എലിപ്സ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു ഓറഞ്ച് ഗ്രേഡിൻ്റെ ഒരു സർക്കിൾ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കൺട്രോൾ ജെ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു കോപ്പി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലെയർ ഡ്രാഗ് ചെയ്തിട്ട് ഈ കോപ്പി എന്നുള്ള ലെയർ ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴേക്ക് ഇടുക. അതിനുശേഷം ഇത് മാറ്റിയിട്ട് ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് എലിപ്സ് കൊടുക്കുക. ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് എലിപ്സ് നമ്മൾ ഇതിലാണ് ഇനി ഗ്രേഡിന് അപ്ലൈ ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് വെക്കുക. എന്നിട്ട് ഗ്രേഡിയൻ ഓവർലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളുടെ ആ ഒരു ഗ്രേഡിൻ്റെ അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തിൻ്റെ കാര്യം ഈ സെയിം ഒരു വൈറ്റ് ആ സർക്കിളിൻ്റെ സെയിം അളവിൽ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഗ്രേഡിയൻ ലെയറും അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ടി എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ഈ ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് എലിപ്സ് നമുക്ക് എൻലാർജ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ടി എന്നുള്ള ഷോർട്ട് ഉപയോഗിക്കുക. അതിനുശേഷം ട്രാൻസ്ഫോം കൺട്രോൾസ് വന്നതിന് ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ നമുക്ക് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ ഗ്രേഡിയൻറ്റ് സെയിം അല്ല കിട്ടിയെന്നുണ്ടെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രേഡിയൻറ്റ് ഓവറിൽ നിന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് ഏത് ഗ്രേഡിൻ്റാണ് നമ്മൾ ഈ സർക്കിളിൽ അപ്ലൈ അയക്കുന്നത് ഇവിടെ കാണാവുന്നതാണ്. അതിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 നോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് കളർ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗ്രേഡിയൻറ്റ് അപ്ലൈ ആയിട്ട് ഇനി വേണ്ടത് നമ്മളുടെ ഡിസൈനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു ലൈൻ വന്നിട്ടുണ്ട് ഡയഗണലി.
അപ്പോൾ ആ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ടൂളിൽ പോയിട്ട് ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരിക്കലും നമ്മളൊരു ഷേപ്പ് ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ലൈൻ കൊടുക്കരുത്. കാരണം ആ ലൈൻ വന്നിരിക്കുന്നത് നമ്മളുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾ ബാറിൽ പോയിട്ട് ഷേപ്പ് ടൂളിൽ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ ഡയഗണലി ഒരു ലൈൻ ഡ്രാഗ് ചെയ്ത് ഡ്രോ ചെയ്യാം. നമുക്ക് തിരിച്ച് നമ്മളുടെ ലെയർ പാനലിൽ പോവാം. അപ്പോൾ ആ ഒരു ലൈൻ അവിടെ അപ്ലൈ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ലൈനിൽ ഇപ്പോൾ ഒരു വൈറ്റ് ഫില്ലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വൈറ്റ് ഫില്ല് മാറ്റിയിട്ട് നമ്മൾക്ക് ഇതേ സെയിം ഗ്രേഡിന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫില്ല് പോവുക, സോളിഡ് എന്നുള്ള ഫിൽ മാറ്റിയതിന് ശേഷം ഗ്രേഡിന് ഫില്ലാക്കുക. അതിനുശേഷം നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് ആ ഗ്രേഡിന് വന്നിട്ടുള്ള താൽക്കാലം നമ്മളുടെ ഈ ഒരു ഗ്രേഡിയൻ കളർ ചേഞ്ചിങ് ഓപ്ഷനിൽ വന്നിട്ട് മാനുവലി നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു ഗ്രേഡിൻ്റെ ആ ലൈനിന് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് ആ ലൈനിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. അപ്പം അതിനുവേണ്ടി ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്ട്രോക്ക് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് പാനൽ വന്ന ശേഷം ഈ രീതിയിൽ നമുക്ക് സ്ട്രോക്ക് കൂട്ടാം. ഒരു 40 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈൻ വന്നിരിക്കുന്നത് ഈ വൈറ്റ് സർക്കിളിൻ്റെയും അതേപോലെ ഓറഞ്ച് സർക്കിളിൻ്റെയും ഇടയിലൂടെ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ ഏറ്റവും താഴേക്ക് ഇടാം. ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ലിപ്സ് എന്നുള്ള ആ ലെയർ താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ലൈൻ കറക്റ്റ് ബാക്ക് കൂടി തന്നെ പോയിട്ടുണ്ട്. നമുക്ക് ഈ ലൈനിൻ്റെ പോയിന്റ്സ് നോക്കുമ്പോഴത്തേക്ക് അറിയാം അതിൻ്റെ എഡ്ജസ് റൗണ്ടർ അല്ല, ഷാർപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജസ് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസിൽ വരിക. അതിനുശേഷം ഇങ്ങനെ 3 ഐക്കൺസ് കാണാം. അതിൽ സെക്കൻഡ് ഐക്കൺ മാറ്റിയിട്ട് റൗണ്ടഡ് ആക്കുക, അതായത് തേർഡ് ഐക്കണും ചേഞ്ച് ചെയ്ത് റൗണ്ടഡ് ആക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു ലൈനിൻ്റെ 2 കോർണേഴ്സും റൗണ്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം കൂടി കാണാം. നമുക്ക് ഇതിലൊരു ലൈൻ പോയിരിക്കുന്ന കാണാം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെയർ മാസ്കിൻ്റെ ഈ ഒരു ഇമേജ് ലെയർ മാസ്കിൻ്റെ ലൈൻസ് ആണ് ഈ പോയിരിക്കുന്നത്. അപ്പോൾ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളതിൽ ലെയർ മാസ്ക് തമ്മിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഇറേസ് ചെയ്താൽ മാത്രം മതി. അല്ല, ഇവിടേക്ക് ആ ലൈനിങ് കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൂം ചെയ്ത് നോക്കുക. കാരണം ഇത്രയും സൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇതിൻ്റെയും അതേപോലെ ഈ ഒരു ഇമേജിൻ്റെയും ഗ്യാപ്പിലേക്ക് സെൻട്രലി അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്താണ് ഞാൻ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിരുന്നു നമ്മളുടെ ഈ ടെക്സ്റ്റ് മുഴുവൻ. അപ്പോൾ അതിനുവേണ്ടി ലേയേഴ്സിൽ പോവുക, ടെക്സ്റ്റ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ആദ്യം ഇൻഡിവിജ്വലി ഓരോ ടെക്സ്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എലമെന്റ് ഓപ്ഷൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവ് ടൂൾ സെലക്ട് ചെയ്യാം. മൂവ് ടൂൾ സെലക്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ടെക്സ്റ്റ് അലൈൻമെന്റിൽ ഈ ഓപ്ഷൻസ് വരുള്ളൂ. അതിനുശേഷം ഈ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് ഓരോ ലേയേഴ്സും നമുക്കിങ്ങനെ സെൻറ്റർ ചെയ്യാം. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ ലെയറും മറ്റ് ഈ ടെക്സ്റ്റ് ലെയറിനോട് സെൻട്രലി അലൈൻ ആക്കിയിട്ടില്ല. പലതും പല അലൈൻമെന്റ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ടെക്സ്റ്റ് ലെയറും സെലക്ട് ചെയ്തിട്ട് സെൻട്രലി അലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റുകളെല്ലാം സെൻട്രലി അലൈൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വെർട്ടിക്കലി അലൈൻ ചെയ്യാം. വെർട്ടിക്കൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ വെർട്ടിക്കൽ അലൈൻമെന്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളുടെ ടെക്സ്റ്റ് ഗ്രൂപ്പ് മുഴുവനായിട്ടും ഈ ഒരു വെർട്ടിക്കൽ അലൈൻ ആയിട്ടുണ്ട്. അതിനുശേഷം കൺട്രോൾ ഡി
ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളത് ലോഗോ ആണ്. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, പ്ലേസ് എംബെഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇമേജസിൽ ലോഗോ SVG ഫോർമാറ്റിൽ കിടക്കുന്നുണ്ട്. SVG എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വെക്റ്റർ വേർഷൻ തന്നെയാണ് SVG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേർഷൻ സൈസ് കുറവാണെങ്കിലും വെക്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഏതൊരു സൈസിലേക്ക് ഇട്ടപ്പോഴെങ്കിലും ക്ലാരിറ്റി കിട്ടുന്നതിനെ കുറയാണ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ പ്ലേസ് ക്ലിക്ക് ചെയ്യുക. ലോഗോ ഇവിടെ വളരെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. ഓക്കെ, ലോഗോ ഇതേ രീതിയിൽ അധികം കോർണറിലേക്ക് പോകണ്ട, അധികം കോർണറിലേക്ക് പോകാത്ത രീതിയിൽ കൊടുത്തതിന് ശേഷം മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ലേയേഴ്സിൽ ഈ ഒരു ടെക്സ്റ്റ് ഈ ലോഗോനോട് കുറച്ച് അടുത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ടെക്സ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കുറച്ച് താഴത്തേക്ക് എടുക്കാം. അതിനുവേണ്ടി ലേയേഴ്സിൽ പോവുക, ടെക്സ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ആരോ കേസ് ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന ഇതേ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, നമ്മളുടെ ലേയേഴ്സ് എല്ലാം ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഇനി ലോഗോ ലെയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എല്ലാ ലേയേഴ്സിന്റെയും മുകളിലായിരിക്കണം ലോഗോ ലെയർ. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ലെയർ എല്ലാ ലേയേഴ്സും താഴത്തായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ലെയർ. ഓക്കെ, അതേപോലെ ഇമേജ് ലെയറും ടെക്സ്റ്റ് ലെയർ താഴത്തായിരിക്കണം ഇമേജ് ലെയർ വരാൻ. കാരണം ടെക്സ്റ്റ് ഒരിക്കലും എന്താ പറയാ ഇമേജിന്റെ ബാക്കിൽ ഹൈഡ് ആയി പോകാൻ വേണ്ടി പാടില്ല. ടെക്സ്റ്റും ഇമേജും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നല്ല വിസിബിൾ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എപ്പോഴും ലെയർ സെറ്റ് ചെയ്യുക. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ലെയർ, അതിന്റെ മുകളിൽ ഇമേജ് ലെയർ, അതിന്റെ മുകളിൽ ടെക്സ്റ്റ് ലെയർ, പിന്നെ ഏറ്റവും അവസാനം ലോഗോ. ലോഗോയിൽ നമുക്കൊരു ഗ്രൂപ്പിലേക്ക് ഇടാം. ലോഗോ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് പേര് വരും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫ്ലെക്സിന്റെ ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിന്റെ ഇമേജസിനും ടെക്സ്റ്റിനും ലോഗോസിനും ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് സൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റിനൊക്കെ ക്ലാരിറ്റി ഉണ്ട്. ഇതേ രീതിയിലായിരിക്കും നമ്മളുടെ ഫ്ലെക്സിൽ പ്രിന്റ് വരുന്നത്. നമുക്ക് ലോഗോ ക്ലാരിറ്റി നോക്കാം. അപ്പൊ ഇത് ഇത്രയും വലിയ ഫ്ലെക്സ് ആയിട്ടാണ് നമ്മൾ ഇത്രയും മൗസ് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, ലോഗോയും ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് സൂം ഔട്ട് ചെയ്തതിനു ശേഷം ഇമേജ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമേജിന്റെ ഈ ഭാഗത്ത് വന്നതിന് ശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക, താഴെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രിന്റ് സൈസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇമേജും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫൈനല് പ്രിന്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതേ രീതിയിൽ പ്രിന്റ് സൈസ് എല്ലാം കറക്റ്റ് ആവുമെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി വേണ്ടത് നമ്മൾ ഇതിന്റെ പ്രിവ്യൂ ഫയലും മോക്കപ്പും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോക്കപ്പ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലും അതേപോലെ സെക്കൻഡ് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്യണുള്ളത്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ആ മോക്കപ്പ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് നോക്കുക. ആ രണ്ട് എപ്പിസോഡും റെഫർ ചെയ്തതിനു ശേഷം മോക്കപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതിന്റെ പ്രിന്റ് ഫയൽ എങ്ങനെയാണ് എടുക്കുന്നത്. പ്രിന്റ് ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫയൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമ്മൾക്ക് ഇതേ രീതിയിൽ ഫയൽ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൊജക്ട് ഫോൾഡറിൽ ന്യൂ ഫോൾഡർ കൊടുത്തതിന് ശേഷം പ്രിന്റ് ഫയലിനോട് നെയിം കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ഫയൽ നെയിമിന്റെ ഏറ്റവും അവസാനം പ്രിന്റ് ഫയൽ എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ ലാർജ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മാറിയതിനു ശേഷം ഇഫ് ഫയൽ ആക്കുക. എന്നിട്ട് ലേയേഴ്സ് ക്ലോസ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതിന് അപ്പോൾ ആ വിൻഡോ ഓപ്പൺ വരുമ്പോഴത്തേക്കും ഓപ്ഷൻസ് എല്ലാം ഇതേപോലെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഓക്കെ കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളുടെ പ്രിന്റ് ഫയൽ സേവ് ആയിരുന്നു. അതേപോലെ നമ്മൾ പറയാൻ വിട്ട കാര്യം, നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് വളരെ വലുതായതുകൊണ്ട് നമ്മളെപ്പോഴും JPG നമ്മൾ പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ചെയ്യണ പോലെ എക്സ്പോർട്ടിൽ വന്നിട്ട് സേവ് ഫോർ വെബ് ലെഗസി എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടൂല. കാരണം വളരെ വലിയൊരു സൈസിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് പകരം ഈ ഒരു ഓപ്ഷന് പകരം എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എക്സ്പോർട്ട് ആസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്.
അപ്പോൾ അതിൽ ഫോർമാറ്റ് PNG എന്നുള്ളത് മാറ്റിയിട്ട് JPG ആക്കുക. അതേപോലെ വിഡ്ത്ത് ഇപ്പോൾ 16,000 പിക്സൽസ് ആണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും JPG പ്രിവ്യൂ ആയിട്ടൊരു ക്ലൈൻറ്റ് അയക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് 16,000 പിക്സലൊക്കെ അത്രയും സൈസ് ആവശ്യമില്ല. വിഡ്ത്ത് നമുക്ക് 1000 കൊടുക്കാം. മേളിൽ വിഡ്ത്ത് ചെയ്യുന്നതനുസരിച്ച് താഴെ വിഡ്ത്ത് മാറിക്കോളും. അതിനുശേഷം നമ്മളുടെ ഈ ഒരു കളർ പ്രൊഫൈലൊക്കെ RGB ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മൾ റിവ്യൂവിന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ക്ലയൻറ്റ് നമ്മളുടെ ഡിസൈൻ കാണുന്നത് മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കും. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ എപ്പോഴും അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RGB കളർ കോഡ് ഫോർമാറ്റിലാണ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺവേർട്ട് ടു RGB എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. നമ്മൾ ഏത് ഫോൾഡറിൽ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ ഇപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ പ്രൊജക്ട് ഫയലിൻ്റെ അടുത്ത് റിവ്യൂ എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അത് സേവ് ചെയ്യാം. നമ്മളുടെ ഫയൽ ഇത്രയും വലുതായതുകൊണ്ടാണ് ഇത്രയും എക്സ്പോർട്ട് ചെയ്യാൻ ടൈം എടുക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിരിക്കും നമ്മളുടെ ഫയൽ എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ഫയൽ ഇപ്പോൾ പ്രിന്റ് ഫയലും അതേപോലെ നമ്മളുടെ പ്രിവ്യൂവും വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് പ്രിന്റ് ഫയലിൽ പോവാം. ഓക്കെ, പ്രിന്റ് ഫയൽ അവിടെ വന്നിട്ടുണ്ട്. 1.16 GB ആണ് ഇതിൻ്റെ പ്രിന്റ് ഫയൽ സൈസ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് വിൻഡോസ് വ്യൂവറിൽ ഓപ്പൺ ആകാൻ ചാൻസ് കുറവാണ്, കാരണം ഇത്രയും വലിയ ഫയൽസ് എടുക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത് ലോഡിംഗ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഇത് ലോഡ് ആവുന്നതിന് മുന്നേ നമുക്ക് പ്രിവ്യൂ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ പ്രിവ്യൂ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രിവ്യൂ ഫയൽ എടുത്താണ് മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സംശയമുള്ള ആൾക്കാർ എന്തായാലും നമ്മളുടെ എപ്പിസോഡ് 1 ഉം 2 ഉം നോക്കുക. എപ്പിസോഡ് 1 നമ്മൾ കുറച്ചും കൂടി ബേസിക് ആയിട്ട് എങ്ങനെ മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. എപ്പിസോഡ് 2 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വാനിഷിംഗ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മളുടെ വിൻഡോസ് ഫോട്ടോ വ്യൂവറിൽ നമ്മളുടെ ഈ ഒരു ബാനറിൻ്റെ പ്രിന്റ് ഫയലും ഓപ്പൺ ആയിട്ട് ട്യൂട്ടോറിയൽ എല്ലാവരും കണ്ട് അതോടൊപ്പം ചെയ്തു നോക്കിയെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ അടുത്തൊരു സീരീസ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡിസൈൻസ് തരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡിസൈൻസ് നിങ്ങളെല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാഴ്ചയിലും അതേപോലെ നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഓരോ ഡിസൈൻസും നിങ്ങളുടേതായിട്ട് ഉള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ. നിങ്ങൾ ഫേസ്ബുക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും പല പല ആർട്സ് നിങ്ങൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഓരോ ആർട്സ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ഡിസൈൻ ലെവലിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആർട്സ് കണ്ട് നോക്കുക. അതിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ കളറ്, അതേപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന ഇമേജസ്, അതെല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. കാരണം ഒരു നല്ലൊരു ഡിസൈനർ ആകാനായിട്ട് നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.